സൗദി പ്രോ ലീഗിലെ കിരീട പോരാട്ടത്തിൽ നിർണായകമായ വഴിത്തിരിവായേക്കാവുന്ന പോരാട്ടത്തിൽ അൽ നസറിനെ തകർത്ത് അൽ ഹിലാൽ കരുത്ത് കാട്ടി. റിയാദ് ഡർബിയിൽ 1-3 ഗോളുകൾക്കായിരുന്നു അൽ ഹിലാലിന്റെ ആധികാരിക വിജയം. സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഗോളിലൂടെ മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ അൽ നസർ മുന്നിലെത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ 10 പേരായി ചുരുങ്ങിയതും പ്രതിരോധത്തിലെ പിഴവുകളും അവർക്ക് തിരിച്ചടിയായി. ഈ വിജയത്തോടെ പോയിന്റ് പട്ടികയിൽ 1-ാം സ്ഥാനത്തുള്ള അൽ ഹിലാൽ തങ്ങളുടെ ലീഡ് വർദ്ധിപ്പിച്ചു. നിലവിൽ 38 പോയിന്റുമായി ഹിലാൽ ബഹുദൂരം മുന്നിലാണ്. തോൽവി വഴങ്ങിയ അൽ നസർ 31 പോയിന്റുമായി 2-ാം സ്ഥാനത്ത് തുടരുന്നുണ്ടെങ്കിലും കിരീട പ്രതീക്ഷകൾക്ക് ഈ പരാജയം വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇരു ടീമുകളും ആക്രമിച്ചു കളിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ലോകോത്തര താരങ്ങൾ അണിനിരുന്ന ഇരു ടീമുകളും ആധിപത്യം ഉറപ്പിക്കാനായി പരസ്പരം പോരാടിയപ്പോൾ ഗാലറി ആവേശത്തിലായി. മത്സരത്തിന്റെ 42-ാം മിനിറ്റിൽ സ്റ്റേഡിയത്തെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് അൽ നസർ ആദ്യ ഗോൾ നേടി. കിങ്സ്ലി കോമാൻ നൽകിയ കൃത്യതയാർന്ന അസിസ്റ്റിൽ നിന്ന് ക്രിസ്ത്യാനോ റൊണാൾഡോ പന്ത് വലയിലെത്തിക്കുകയായിരുന്നു. കോമാന്റെ വേഗതയും പന്ത് കൈമാറുന്നതിലെ കൃത്യതയും എടുത്തു പറയേണ്ടതായിരുന്നു. 1-ാം പകുതി അവസാനിക്കുമ്പോൾ ഒരു ഗോളിന്റെ മുൻതൂക്കത്തിൽ ആത്മവിശ്വാസത്തോടെയാണ് അൽ നസർ ഡ്രസ്സിംഗ് റൂമിലേക്ക് മടങ്ങിയത്. എന്നാൽ 2-ാം പകുതിയിൽ ചിത്രം പൂർണ്ണമായും മാറുന്നതാണ് കണ്ടത്. 2-ാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ തിരിച്ചടിക്കാനായി അൽ ഹിലാൽ കിണഞ്ഞു പരിശ്രമിച്ചു. 57-ാം മിനിറ്റിൽ അൽ ഹിലാലിന് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റിമറിച്ചു. സമ്മർദ്ദമില്ലാതെ കിക്കെടുത്ത സലീം അൽ ദസരിക്ക് പിഴച്ചില്ല. പന്ത് വലയുടെ മൂലയിൽ തറച്ചതോടെ സ്കോർ നില 1-1 എന്ന നിലയിലെത്തി. എന്നാൽ ഈ പെനാൽറ്റിക്ക് പിന്നാലെ നടന്ന സംഭവ വികാസങ്ങൾ അൽ നസറിന് കനത്ത പ്രഹരമായി മാറി. അൽ ഹിലാൽ താരം റുബൻ നവാസിനെ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്തതിന് അൽ നസർ ഗോൾ കീപ്പർ നവാഫിന് റഫറി ചുവപ്പ് കാർഡ് നൽകി. ഗോൾ കീപ്പർ പുറത്തായതോടെ 10 പേരായി ചുരുങ്ങിയ അൽ നസർ പ്രതിരോധത്തിലേക്ക് വലിഞ്ഞു. ഒരു താരം കുറവായത് അവരുടെ മധ്യനിരയുടെയും പ്രതിരോധത്തിന്റെയും താളം തന്നെ തെറ്റിച്ചു. 10 പേരുമായി പൊരുതിയ അൽ നസറിന് മേൽ അൽ ഹിലാൽ നിരന്തരം സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരുന്നു. 81-ാം മിനിറ്റിൽ മുഹമ്മദ് ഖന്നോയിലൂടെ അൽ ഹിലാൽ തങ്ങളുടെ 2-ാം ഗോളും കടത്തി. ഇതോടെ മത്സരത്തിൽ അവർ ആദ്യമായി ലീഡ് നേടി. 10 പേരെ ചുരുങ്ങിയ അൽ നസറിന് അൽ ഹിലാലിന്റെ വേഗമേറിയ നീക്കങ്ങളെ തടയാൻ സാധിച്ചില്ല. സമനിലയ്ക്കായി അൽ നസർ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഹിലാലിന്റെ കരുത്തുറ്റ പ്രതിരോധം അവയെല്ലാം നിഷ്ഫലമാക്കി. മത്സരത്തിന്റെ അവസാന മിനിറ്റുകളിൽ കളി കൈവിട്ട അവസ്ഥയിലായിരുന്നു അൽ നസറിന്. ഇഞ്ചുറി ടൈമിൽ അൽ ഹിലാലിന് അനുകൂലമായി വീണ്ടും ഒരു പെനാൽറ്റി കൂടി ലഭിച്ചു. കിക്കെടുത്ത റൂബൻ നവസ് പന്ത് ലക്ഷ്യത്തിലെത്തിച്ചതോടെ അൽ ഹിലാലിന്റെ വിജയം പൂർത്തിയായി. 1-3 ഗോളുകൾക്ക് റിയാദ് ഡർബി സ്വന്തമാക്കിയ അൽ ഹിലാൽ തങ്ങൾ എന്തുകൊണ്ടാണ് ലീഗിലെ 1-ാം സ്ഥാനക്കാരായി തുടരുന്നത് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ പോരാട്ട വീരത്തിന് അൽ നസറിനെ രക്ഷിക്കാനായില്ല. ടീമിലെ പ്രധാന താരങ്ങൾ തമ്മിലുള്ള ഏകോപനമില്ലായ്മയും 2-ാം പകുതിയിലെ അച്ചടക്കമില്ലായ്മയും നസറിന് വലിയ തിരിച്ചടിയായി മാറി. സൗദി പ്രോ ലീഗിലെ കിരീട പോരാട്ടത്തിൽ അൽ ഹിലാലിന് ഈ വിജയം വലിയ ആത്മവിശ്വാസം നൽകുന്നു. 7 പോയിന്റിന്റെ വ്യക്തമായ ലീഡുമായി അവർ 1-ാം സ്ഥാനത്ത് സുരക്ഷിതരാണ്. അതേസമയം അൽ നസറിനെ സംബന്ധിച്ചിടത്തോളം ഈ തോൽവി വലിയൊരു പാഠമാണ്. വരും മത്സരങ്ങളിൽ വലിയ മാർജിനിൽ വിജയിക്കുകയും അൽ ഹിലാൽ പോയിന്റുകൾ നഷ്ടപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ ഇനി നസറിന് കിരീടത്തിലേക്ക് തിരിച്ചെത്താൻ സാധിക്കൂ. പ്രമുഖ താരങ്ങളുടെ പ്രകടനത്തെക്കാൾ ഉപരിയായി ഒരു ടീം എന്ന നിലയിൽ അൽ ഹിലാൽ പുറത്തെടുത്ത ഒത്തൊരുമയാണ് ഈ വിജയത്തിന് പിന്നിലെ പ്രധാന ഘടകം. ഡർബി മത്സരങ്ങളിൽ ഇത്തരം ആവേശകരമായ നിമിഷങ്ങൾ പതിവാണെങ്കിലും അവസാന നിമിഷം വരെ പോരാടിയ അൽ ഹിലാലിന്റെ മികവ് ആരാധകർക്ക് വലിയ വിരുന്നായി മാറി. വരാനിരിക്കുന്ന മത്സരങ്ങളിലും ഈ ആധിപത്യം തുടരാനാകും അൽ ഹിലാൽ ശ്രമിക്കുക.